ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്. എത്ര OTT പ്ലാറ്റ്ഫോമുകളല്ലേ. പക്ഷേ ഒരുവിധപ്പെട്ട ഹോളിവുഡിലെ നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ആക്ഷൻ സിനിമകളൊക്കെ ലയൺസ് ഗേറ്റ് പ്ലേയിലുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഒരു OTT സബ്സ്ക്രിപ്ഷൻ കൂടി എടുക്കണ്ടേ. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദ ബീ കീപ്പർ എന്ന് പറയുന്ന സിനിമ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ റെൻ്റലാണ്. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട്, അതായത് ഓൾറെഡി ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉള്ള ആളാണെങ്കിൽ പോലും എക്സ്ട്രാ പൈസ കൊടുത്തിട്ടേ നിങ്ങൾക്ക് ദ ബീ കീപ്പർ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു എയർടെൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഈ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേയിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. എയർടെൽ എക്സ്ട്രീം എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം എയർടെലിൻ്റെതായിട്ടുണ്ട്. ആ OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ പാക്കേജിൽ ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും എയർടെൽ എക്സ്ട്രീം. നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ സബ്സ്ക്രിപ്ഷനിൽ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒന്നിലധികം OTT പ്ലാറ്റ്ഫോമുകളോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലയൺസ് ഗേറ്റ് പ്ലേ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദ ബീ കീപ്പർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ കാണാം. എയർടെൽ എക്സ്ട്രീം നമ്മൾ ലോഗിൻ ചെയ്യുക, അതേ ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിൽ തന്നെ ലയൺസ് ഗേറ്റ് പ്ലേയിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്ന ദ ബീ കീപ്പർ എന്ന് പറയുന്ന സിനിമയാണ് ഈ വീഡിയോയിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒരു ഗംഭീര സിനിമ, ഇതുവരെ കാണാത്ത കഥ എന്നൊന്നുമില്ല. നമ്മൾ സ്ഥിരം കാണുന്ന ആക്ഷൻ ടെംപ്ലേറ്റ് തന്നെയാണ്. ഒരു നായകൻ, അയാൾ പണ്ട് വൻ പരിപാടിയൊക്കെ ആയിരുന്നു, അയാളെ പിടിച്ചാൽ കിട്ടാത്ത അമ്മാതിരി ഒരു ഏജൻറ്റ് ലെവൽ സംഭവമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒതുങ്ങി റിട്ടയർഡായി സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. അയാൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ്, ചില മനുഷ്യരിലാണ്, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിലാണ്. പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടി വരുന്ന വില്ലൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇയാളോടുള്ള ദേഷ്യം കൊണ്ടുമല്ല, പക്ഷേ വില്ലൻ അവിടെ വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പോയി. അപ്പോൾ ആ വില്ലനെയും അയാളുടെ ഗ്യാങ്ങിനെയും ഒരുപക്ഷെ അയാളുടെ എൻ്റയർ തലമുറയെ തന്നെ തീർത്ത് കളയാൻ നായകൻ തീരുമാനിക്കുന്നു. ഇത് തന്നെയാണ് ദ ബീ കീപ്പറിലും സംഭവിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, ചില എലിവേഷൻസ് ആണ്. നിനക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നായകനെ കുറിച്ച് ഇങ്ങനെ പൊക്കി വെക്കുന്ന, മറ്റേ മലയാളത്തിൽ വരുമ്പോൾ പപ്പബ മോമെൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഈ സിനിമയിൽ വളരെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ജേസൺ സ്റ്റേത്തത്തിൻ്റെ ക്യാരക്ടർ, അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അത് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സിനിമകൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അത്തരം രംഗങ്ങളെ അവർ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് കൊറിയോഗ്രഫി, പിന്നെ വെടിവെപ്പ് പരിപാടികൾ ഒക്കെ അത്യാവശ്യം രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഗൺസ് യൂസ് ചെയ്യുന്നത്, ഇയാൾ ഗണ്ണിൻ്റെ ഒരു വലിയ ഫാനൊന്നുമല്ല, ഇയാൾ അവിടെ വന്ന് നിരപ്പാക്കി പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വളരെ രസമായിട്ട്, വളരെ ബിലീവബിൾ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തോന്നി. പിന്നെ ജേസൺ സ്റ്റാത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മച്ചാനാണ്. അങ്ങേരുടെ സിനിമകൾ, അയാളുടെ ആക്ഷൻ, അയാളുടെ സ്റ്റൈൽ, അയാൾ ഇതിനെ ഡീൽ ചെയ്യുന്നൊരു രീതി, അതായത് എല്ലാ സിനിമയിലും ജേസൺ സ്റ്റേത്തം തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയുടെ പേര് മാറും, ക്യാരക്ടറുടെ പേര് മാറും, പക്ഷേ പുള്ളി ഒന്ന് തന്നെയാണ്, ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊരു രസമുണ്ട്, അതിൻ്റെ ഒരു സ്റ്റൈലും ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് ഈ സിനിമയിലും നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചുമ്മാ ഒരു ഓളത്തിന് നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ ദ ബീ കീപ്പർ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് തിയേറ്ററിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം